കൂട്ടുകാരെ, എല്ലാ കൂട്ടുകാർക്കും എസ്താൻ്റെ ട്രാവൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ രണ്ടുപേരും അടിപൊളിയായിട്ട് കറുപ്പൊക്കെ ആയിട്ടേക്കുന്നത്. യൂണിഫോം ഒന്നുമല്ല, ആരും പറഞ്ഞിട്ടിട്ടതൊന്നുമില്ല കേട്ടോ, പറയാണ്ടിട്ടതാ. അപ്പം നമ്മൾ ഇന്നുള്ളത് ഒരു ട്രാവൽ മീറ്റിനകത്താണ്. ട്രാവൽ മീറ്റ് എവിടെയാണ് ഷീ നടക്കുന്നത്? നമ്മുടെ വയനാട് വൈത്തിരി ഇന്ത്യവര റിസോർട്ടിൽ വെച്ചിട്ടാണ് പരിപാടി നടക്കുന്നത്. ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പം നാളെ ഉച്ച വരെ നമ്മളിവിടെ ഉണ്ട്. അപ്പോൾ പരിപാടിയൊക്കെ കാണാം. അപ്പോൾ എന്തൊക്കെയാണ്, നല്ല മ്യൂസിക് നൈറ്റ് ഒക്കെ ഉണ്ടെന്ന്, നമ്മുടെ മ്യൂസിക്കിൻ്റെ ഇതൊക്കെ ഉണ്ട്. അപ്പോൾ ഒത്തിരി പേരുണ്ട്, നമുക്ക് എല്ലാവരും കാണിച്ചു തരാം. റിസോർട്ട് കാണാം. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് നമ്മൾ കാണുന്നതെന്നുണ്ടെങ്കിൽ, എല്ലാവരും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ഇടാനും മറക്കരുത് കേട്ടോ. റിസോർട്ടിലെ റെസ്റ്റോറൻറ്റിൻ്റെ മുന്നിലേക്ക് നമ്മൾ കാണുന്ന കാഴ്ചയാണ് കേട്ടത്. അതിലെയൊക്കെ നല്ല മലനിരകൾ, മഴയുടെ ഒരു അറ്റ്മോസ്ഫിയറൊക്കെ ആയതുകൊണ്ട് നല്ല ഭംഗിയായിട്ട് നമുക്കിങ്ങനെ കാണാൻ പറ്റും. ആരും ഇങ്ങോട്ടേക്ക് എത്തിയിട്ടില്ല, എല്ലാവരും താഴെയുണ്ട്. അപ്പോൾ നമ്മൾ എല്ലാവരും എത്തുന്നതിന് മുമ്പ് ഒരു കോഫിയൊക്കെ കുടിച്ചേക്കാമെന്ന് വിചാരിച്ചിട്ട്, നല്ല മഴയൊക്കെ ഇല്ല, അപ്പോൾ ഒരു കോഫിയൊക്കെ കുടിച്ചേക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ റെസ്റ്റോറൻറ്റിലേക്ക് വന്നതാണ് കേട്ടോ. പിന്നെ ഇതെല്ലാം നമുക്ക് ഇൻഡിവിജ്വൽ കോട്ടേജസ് വരുന്നതാണ്. ഇത് 2 റൂം. ഇവിടെ 2 റൂം, അവിടെ 2 റൂം, മൊത്തം 4 റൂം. ടോട്ടൽ 4 റൂമാണ്. റൂം ഇട്ടോ കാറ്റഗറി നമുക്ക് സിംഗിൾ റൂം 9 റൂംസ് ഉണ്ട് നമുക്ക്. ഈ ഒരു കോട്ടേജിൻ്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? അതിന് നടുക്കൂടെ ഒരു പ്ലാവ് പോയിട്ടുണ്ട് കേട്ടോ. നമ്മൾ കാണുന്ന നേരെ 3 പ്ലാവുണ്ട്. അതിൽ കെട്ടിടങ്ങളുടെ 2 റൂമിൻ്റെ നടുക്കൂടെ പ്ലാവ്, ആ പ്ലാവ് കളയാതെ തന്നെയാണ് ഈ കോട്ടേജ് നിർമ്മിച്ചിരിക്കുന്നത്. നനുത്ത ചാറ്റൽ മഴയുള്ള ഈ ഒരു സായം സന്ധ്യയിൽ കൂട്ടുകാരുടെയൊക്കെ കൂടെ നടന്ന് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നമുക്ക് ഈ റിസോർട്ടുകളൊക്കെ ഒന്ന് കണ്ടു നോക്കാം. റിസോർട്ടുകളെന്നല്ല, റിസോർട്ടുകളിലെ കോട്ടേജുകൾ കണ്ടു നോക്കാം കേട്ടോ. ഇവിടെ പല കാറ്റഗറിയിലുള്ള കോട്ടേജസ് ഉണ്ട്. അതിൽ ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് ഒരു പ്രൈവറ്റ് പൂൾ വില്ലയാണ്. പ്രൈവറ്റ് പൂൾ വില്ല എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും തന്നെ അറിയാമായിരിക്കും. റൂമിനകത്ത് തന്നെ പ്രൈവറ്റായിട്ട് സ്വിമ്മിംഗ് പൂൾ ഉണ്ടാവും. അതിനെയാണ് നമ്മൾ പ്രൈവറ്റ് പൂൾ വില്ല എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാറ്റഗറി എന്ന് പറയുന്നത് 2-3 റൂംസുള്ള പ്രൈവറ്റ് പൂളിലുള്ള ഒരു റൂമാണിത്, കോട്ടേജാണിത്. ഇവിടെ ഫാമിലിക്കും കപ്പിൾസിനും ഒക്കെ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു റേറ്റിലാണ് ഈ പൂൾ വില്ല ഉള്ളത്. ഫാമിലിയായിട്ടൊക്കെ വരുന്നവർക്കും ഇതെടുക്കാം. ഇടയ്ക്ക് കയറുമ്പോൾ തന്നെ നമ്മളെ ഏറ്റവും അധികം ആകർഷിക്കുന്ന വെൽ നീറ്റ് ആൻഡ് ക്ലീൻ ആണ് കേട്ടോ. ഒരു റിസോർട്ട് മുഴുവനായിട്ട് നമ്മൾ കാണുമ്പോൾ പോലും നമുക്ക് ഫീൽ ചെയ്യുന്നത് നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണിത്. സിംഗിളായിട്ട് നമ്മൾ കൊടുക്കും, റേറ്റ് സെയിം ആയിരിക്കും. ഈ റിസോർട്ട് ഇങ്ങനെ നല്ല മലേൻ്റെ മണ്ടയ്ക്ക്, നല്ലൊരു കുന്നിൻ്റെ മുകളിൽ സ്ഥിതി ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇതിന് മുകളിൽ കയറി നിന്നിട്ട് ഇങ്ങനെ താഴേക്ക് നോക്കുമ്പോൾ നമ്മുടെ കോട്ടേജുകളൊക്കെ കാണുമ്പോൾ, അവിടുത്തെ സ്ഥലങ്ങളൊക്കെ കാണുമ്പോൾ, മരങ്ങളൊക്കെ കാണുമ്പോൾ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് കേട്ടോ. ഞാൻ ആ പ്ലാവ് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഓൾറെഡി ആ ചക്കയ്ക്ക് നീട്ടം കണ്ട് ഫുള്ള് പ്ലാവേലും ചക്കയാണ്. ഈ കാണുന്നതൊക്കെ സിംഗിൾ റൂം കോട്ടേജസ് ആണ്. ഒരു കോട്ടേജ്, അതിനകത്ത് ഒരു റൂം മാത്രമേ ഉണ്ടാവുള്ളൂ. ബ്യൂട്ടിഫുൾ ആയിട്ടാണ് എല്ലാ ക്രിയേഷനും ഇവിടുത്തെ കേട്ടോ. പിന്നെ വായിച്ചോളാം. ഞാൻ ബസ്സിന്റെ ഒക്കെ പാക്കിങ് എടുക്കുമ്പോൾ കേരള പോയിട്ട് പറഞ്ഞ് ട്രാവൽ അത് ഇവിടെ ഏതോ ബുക്കിംഗ് അങ്ങനെ ഇതുണ്ട്. ഈ പ്ലാവ് താഴേന്ന് വന്നിരിക്കുന്നതാ. അതിനകത്ത് ഇതുണ്ടോ, എവിടെ നോക്കിയാലും ചക്കയുണ്ട് കേട്ടോ. ഇത് അതിലൂടെ ഇറങ്ങിയിട്ട് വേണം നമുക്ക് ചക്ക പറിച്ചാലോ.
നല്ല മഴ, എല്ലാം നല്ല ബ്യൂട്ടിഫുൾ. ഇരുന്നോ പോയിട്ട് നിങ്ങളെയും കൂടെ ചേർത്തെടുക്കട്ടെ. പിന്നല്ലാണ്ടോ, രസമല്ലേ ആ മഴയും അതിൻ്റെ ഒരു വൈബും. എന്താ നമ്മുടെ കൂടെ ഇന്ന് ചേർന്നിട്ടുള്ള എല്ലാവരും നമ്മുടെ സ്ട്രൈഡ് ഗ്രൂപ്പിന്റെ ഭാഗത്ത് നിന്നും വളരെയധികം നന്ദി. ഈ ഒരു ഗെറ്റ് ടുഗദർ ആക്ച്വലി നമ്മൾ കുറച്ചായിട്ട് ഇങ്ങനെ പ്ലാൻ ചെയ്യായിരുന്നു. അപ്പൊ എപ്പോൾ ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നൊക്കെയുള്ള ഒന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് then we thought let's have it in this month. As all of you know, and Serenity merge to create an unforgettable experience. Indian Retreat is more than just a resort. It's a sanctuary for the senses. Step inside and let your worries melt away as you embark. നിങ്ങളുടെ മുഖം വന്നില്ല എന്ന് പിന്നെ സങ്കടം വരില്ലല്ലോ.
ഇവിടെ അങ്ങനെ ഞങ്ങൾ റൂമിൽ വന്നിട്ടുണ്ട്. ദേവരത്തി മടുത്ത് വന്ന് കിടന്നവർ നമുക്ക് നമുക്കിവിടെ തന്നെ തന്നിട്ടുണ്ട്. നല്ല അടിപൊളി റൂം കേട്ടോ. അപ്പോൾ ഇതിനകത്തെ റൂം നമ്മൾ നേരത്തെ കാണിച്ചു തന്നായിരുന്നല്ലോ. അപ്പം നമ്മൾ റെസ്റ്റ് എടുക്കാൻ പോവുക. റെസ്റ്റ് എടുത്തിട്ട് നാളെ വേറൊരു പ്രോപ്പർട്ടിയിലിട്ട് കൊണ്ടുപോകും. അപ്പോൾ ആ പ്രോപ്പർട്ടിയും കാണിച്ചു തരാം. അപ്പോൾ ഓക്കെ, ബൈ ബൈ, ഗുഡ് നൈറ്റ്. മടുത്ത്. ഇവിടെ ഗസ്റ്റുകൾ മാത്രമല്ല വരുന്നത്, വേറെയും ഗസ്റ്റുകളുണ്ട്. എൻ്റെ മൊബൈലൊക്കെ അടിച്ചു മാറ്റിക്കൊണ്ട് പോകുമെന്നറിയില്ല. നോക്കിക്ക് വണ്ടീൻ്റെയൊക്കെ മുകളിൽ കയറിയിട്ട് എന്താരും സുഖം കിടക്കുന്നത്. ഒരാൾ ഊഞ്ഞാലാടണ്. ഹായ്, എന്നുണ്ട് വിശേഷം? ഹലോ, ഗുഡ് മോർണിംഗ്. അവിടെ തല്ല് കൂടുന്നുണ്ട്. നല്ല രസമല്ലേ കാണാൻ. വണ്ടീൻ്റെയൊക്കെ മുകളിൽ. ഇത് ഇവിടുത്തെ പാർക്കിംഗ് ഏരിയ. അവിടെ അപ്പുറത്തും ഉണ്ട്. നമ്മുടെ വണ്ടി ഇവിടെ ഇട്ടേക്കുന്നേ. ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ കണ്ട കാഴ്ച എൻ്റെ അവിടെ കുറേ ഉണ്ട് കേട്ടോ. എല്ലാം മരവേദന മൊത്തം കുലുങ്ങുന്നു. ഇന്നലെ സമയം പോയതുകൊണ്ട് നമ്മൾ കാണിച്ചു തരാത്ത 2 കാഴ്ചകളുണ്ടായിരുന്നു. ഒന്ന് ഇവിടുത്തെ കിഡ്സ് പ്ലേ ഏരിയ ആണ് നമ്മളിപ്പോൾ കണ്ടത്. പിന്നെ ഇങ്ങോട്ടേക്ക് ഒരു പാർക്കിംഗ് പ്ലേസ് ഉണ്ട്. ഇതിൻ്റെ അപ്പുറയാണ് നമ്മുടെ സ്വിമ്മിംഗ് പൂള് സ്ഥിതി ചെയ്യുന്നത്. അത് നമ്മൾ ഇന്നലെ നൈറ്റായി പോയതൊരു കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പം നേരം വെളുത്ത് രാവിലെ മഴയാണ് കേട്ടോ. നല്ല രസമുണ്ട്. അതുകൊണ്ട് അതിന് ഇതിലടക്കം നടക്കാൻ. ഇതാണ് ഇവിടുത്തെ സ്വിമ്മിംഗ് പൂള്. വൈകുന്നേരം പോലെ തന്നെ അതിരാവിലെയും ഇവിടുത്തെ കാഴ്ചകൾ മനോഹരമാണ് കേട്ടോ. അതായത് ഇതിന് മഴക്കാലം കൂടി ആയതുകൊണ്ട് കുറച്ചും കൂടെ വൈബാണ്. മഴ പെയ്ത് കിടക്കുന്ന ഒരു പ്ലേസിൽ നിന്നിട്ട് നമുക്ക് അതിലേക്കുള്ള കാഴ്ചകൾ, മഞ്ഞ് മൂടിക്കിടക്കുന്ന മലനിരകളൊക്കെ കാണാമെന്ന് പറയുന്നത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സീനറി തന്നെയാണ് കേട്ടോ. ഈ ഒരു റിസോർട്ടിൽ എവിടെ നിന്നാലും നമുക്ക് ഈ സീനറികൾ കാണാൻ പറ്റും. ഒരു കുന്നിൻ്റെ മുകളിലാണ് ഈ റിസോർട്ട് സ്ഥിതി ചെയ്യുന്നത്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാഴ്ചകളാണ്. നമ്മുടെ കണ്ണിന് ആനന്ദം പകരുന്ന കാഴ്ചകളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ചുറ്റിനും. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചതിന് ശേഷം നമ്മുടെ മുഹമ്മദ് സാറ് ഞങ്ങൾ പറഞ്ഞ 2-3 വരികളൊക്കെ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് പാടിത്തരികയുണ്ടായി. അതൊക്കെ ആസ്വദിച്ച് ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്നു. അപ്പോൾ ശരി കൂട്ടുകാരെ, അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എസ് ആൻഡ് ട്രാവൽസ് ഒന്ന് സപ്പോർട്ടും കൂടെ ചെയ്യുക. ഓക്കെ, ബൈ ബൈ, ടേക്ക് കെയർ.